നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രം തന്റെ പുറത്തേക്കിന് ഓയിൽമെന്റ് തേക്കാൻ നോക്കുകയാണ്. കാരണം ശയനപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് കുറച്ച് മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വിക്രത്തിന് കൈ എത്തിയില്ല പുറത്തേക്ക് ഓയിൽമെന്റ് തേക്കാനായിട്ട്. അപ്പോഴേക്കും വേദ അവിടെ വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ വന്ന് തേച്ച് തരണോ? എനിക്ക് പിന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം എന്താ, ഇങ്ങോട്ട് വന്ന് തേച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ വേദ ഒടുവില് വിക്രത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഓയിൽമെന്റ് തേക്കാൻ നോക്കിയപ്പോൾ വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം പുറത്തൊക്കെ നല്ല മുറിവുണ്ടായിരുന്നു. ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് സംഭവിച്ചാണ്. വേദയുടെ മനസ്സിലേക്ക് ആ ശയനപ്രദക്ഷിണം നടത്തുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. താനാണ് വിക്രത്തെ സഹായിച്ച ശയനപ്രദക്ഷിണം നടത്താനായിട്ട്. അപ്പോൾ എല്ലാ ആക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ച് ശരണം വിളിച്ചുകൊണ്ടാണ് താൻ അതിനു വേണ്ടി വിക്രത്തെ സഹായിച്ച പോലും. അതൊക്കെ വിക്രത്തിന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വേദ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കുന്നത്. എൻ്റെ ഭഗവാനെ കാത്തോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തേച്ചു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് മാഷും കമലയും കൂടെ പൂജാമുറിയിലായിരുന്നു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ലൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം വിക്രത്തിന് എന്നവർ കരുതിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് വിക്രത്തെ കൊണ്ട് വേദ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നത്. ഇതും കൊണ്ടെങ്കിലും വിക്രം നന്നാകണേ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവർ സാധാരണ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പൂജാമുറിയിലെ വിളക്കൊക്കെ വെച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്തു, പിന്നീട് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അപ്പം മാലയിട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ വിക്രം നെറ്റിയിൽ കുറെ ഭസ്മക്കുറയൊക്കെ ആയിട്ട് ചെല്ലുന്ന ആദ്യം അനിയൻകുട്ടനാണ് കണ്ടത്. അനിയൻകുട്ടൻ അന്താളിപ്പോടെ നോക്കുവാണ്. തെങ്ങ് നോക്കിയ രാജേട്ടാ, അതാരാ വരുന്നേന്ന് നോക്കി. അവരൊന്ന് നോക്കും, മലയ്ക്കുമ്പോ മാലയൊക്കെ വിക്രം വരുന്നു. ആഹാ, ഇതെന്തൊരു അത്ഭുതമായിരിക്കുന്നു. ഇതെന്ത് പറ്റിയുടെ വിക്രം, നീ മാല ഇട്ടോന്ന് ചോദിക്കുകയാണ്. അതെ മാല ഇട്ടു. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, ആദ്യം നീ ശരണം മടക്കാൻ പറയണ. അങ്ങനെ സ്വാമിയെ ശരണം എന്ന് പറയണ. അല്ല ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം? അത് വേദ എന്നെ കൊണ്ട് ഇടിയിച്ച. ആഹാ, അപ്പൊ നീ വേദയുടെ വാക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയില്ലേ എന്ന് അനിയൻകുട്ടനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ അവൾ എന്നെ കൊണ്ട് പെടുത്തിയതാന്നോ? അതെ, എന്തൊക്കെയോ വഴിപാടുകൾ നടത്താനുണ്ടെന്നും പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് മാലയിടാൻ വേണ്ടി പറഞ്ഞു. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ വീട്ടിൽ തിരികെ വന്നിട്ട് മാല ഊരാനും പറ്റിയില്ല. അങ്ങനെ ചെയ്യില്ല, അത് ശരിയാകത്തില്ല എന്ന് രാജേട്ടൻ പറഞ്ഞു. എടാ അങ്ങനെയാണ്, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കും ഇവനോടൊപ്പം മലയ്ക്ക് പോയാലോ മാലയിട്ട്. അനിയൻകുട്ടൻ പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യം തന്നെയാ. പക്ഷെ എനിക്കിടാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ട് ഒരാണ്ട് തികഞ്ഞില്ലല്ലോ. ഒരാണ്ട് തികഞ്ഞാലേ മലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, എടാ നിനക്കോ എന്ന് ജോസഫിനോട് ചോദിച്ചു. ഞാൻ റെഡിയാ. കാരണം അയ്യപ്പൻ്റെ അടുത്ത് പോകാനായിട്ട് ഹിന്ദുക്കളൊന്നും അഹിന്ദുക്കളൊന്നും ഇല്ല. ആർക്ക് വേണേലും പോവാം. മലയ്ക്ക് പോകാൻ മാറിയിട്ട് ആർക്ക് വേണമെങ്കിലും പോവാം. അപ്പം ജോസഫ് ക്രിസ്ത്യാനിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ റെഡിയാന്ന് പറയാണ്. അത് കേട്ടപ്പം വിക്രത്തിന് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും അനിയൻകുട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാല ഇട്ടു. എന്നാൽ ശരി, നാളെ മാല ഇടാം. നാളെ എന്തിനാ ആക്കുന്നേ? ഇന്ന് തന്നെ പോയി മാല ഇടാലോ. ഇന്ന് തന്നെ മാലയിട്ട് വ്രതം നോക്കാലോ എന്ന് പറയണം. അങ്ങനെ അവരും മാല ഇടാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ശ്രീനിവാസനെ കാണാനെത്തി. മലയ്ക്ക് പോകാൻ മാലയിട്ട് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസനൊക്കെ ചിരിക്കുവാണ്. ആ സമയത്ത് സുധയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ശ്രീനിവാസൻ പറഞ്ഞു, സുധേ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂർമ്മ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു. വിക്രത്തെ മലയ്ക്ക് പോകാനായിട്ട് മാല ഇടിയിച്ച് കണ്ടോ വേദ? അപ്പോഴേക്കും വിക്രം പറഞ്ഞു, സാറേ ഞാൻ പെട്ടുപോയതാന്ന് പറയണ. പുളിക്കിനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, പെട്ടുപോയെന്നോ? അതെ സാറേ, എന്നെ ചില വഴിപാടുകളൊക്കെ നടത്താണ്ടെന്നും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതാ. അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ മലയ്ക്ക് പോകാൻ മാല ഇട്ടല്ലോ, ഇപ്പം നീ സ്വാമിയാണ്, വിക്രസ്വാമി. അത് കേട്ടപ്പം സുധ പറഞ്ഞു, ആരൊക്കെയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മൾ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ വ്രതം എടുത്ത് വേണം പോവാനായിട്ട്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ എന്നെ ഇങ്ങനെ കളിയാക്കരുത്. ഞാൻ കളിയാക്കിയോ? വിക്രസ്വാമി എന്ന് വിളിച്ച് കളിയാക്കിയതൊന്നുമല്ല. മലയ്ക്ക് പോകാൻ മാല ഇട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വാമി എന്നല്ല വിക്രം വിളിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ സ്വാമി എന്ന് വിളിച്ചത്. പിന്നെ ഇവിടെ എനിക്ക് മാത്രം ഈ കാര്യത്തിലൊക്കെ വിശ്വാസം ഇല്ലാത്തുള്ളൂ. സുധയ്ക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. സുധ ഈശ്വര വിശ്വാസിയാന്നുള്ള കാര്യം അറിയാലോ. അപ്പോഴേക്കും സുധ പറഞ്ഞു, എനിക്ക് നിന്നോടും വേദയോടും ഒരു കാര്യത്തിൽ മാത്രം സങ്കടവും പരിഭവങ്ങളൊക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾ പൂജയൊക്കെ നടത്തിയ സമയത്ത് നിങ്ങൾ രണ്ടുപേരും വന്നില്ലല്ലോ. വീട്ടിൽ വന്ന് വിളിച്ചിട്ട് പോലും പൂജ നടത്താനായിട്ടൊന്നും ഞങ്ങളോടൊപ്പം ചേർന്നില്ലോ. അതിൻ്റെ ഒരു പരിഭവങ്ങളും പരാതികളും മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് പിന്നെ വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. അല്ല ഇനിയിപ്പോൾ വിക്രം മാല ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ എന്നോടൊപ്പം ചേരാൻ വിക്രത്തിന് പറ്റില്ലോ. ഒരു മാസക്കാലം വിക്രത്തിനെ മാറ്റി നിർത്താനായിട്ട് വേദയെ കൊണ്ട് സാധിച്ചല്ലോ. വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതെ മലയ്ക്ക് പോകാൻ മാല ഇട്ടോണ്ട്. അപ്പോഴേക്കും സുധ പറഞ്ഞു, വേദയുടെ ആഗ്രഹം നടന്നില്ലേ?
ശ്രീനിവാസൻ പറഞ്ഞു, അതെ, വീട്ടിലെല്ലാവർക്കും സന്തോഷത്തില്ല. കാരണം ഒരു മാസക്കാലം ഇനിയിപ്പോൾ എൻ്റെ ശല്യം ഉണ്ടാകത്തില്ലല്ലോ എന്നായിരിക്കും അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ശുദ്ധിയോടുകൂടി നമ്മുടെ കർമ്മം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല വിക്രം. നമ്മൾ മാറിയിരിക്കാതിരുന്നാൽ മതി. വിക്രം പറഞ്ഞു, മാല ഇട്ടുകൊണ്ട് എന്നെ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ആർക്കും സാധിക്കില്ല. സാറ് പേടിക്കൊന്നും വേണ്ട, സാറ് പറയുന്നത് എന്ത് കാര്യം ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, അക്രമങ്ങളൊന്നും വേണ്ട, കാരണം ശുദ്ധിയോടുകൂടി വേണം പോകാനായിട്ട്. പിന്നൊരു കാര്യമുണ്ട്, പറയാൻ മറന്നുപോയി. നാളെ മുതൽ ശ്രീകാന്തിൻ്റെ ഓഫീസിന് മുന്നിൽ യൂണിയൻകാർ സമരം ഇരിക്കാനായിട്ട് പോവുക. അപ്പോൾ വിക്രമം വേണം അവരോടൊപ്പം നിൽക്കാനായിട്ട്. കാരണം പോലീസുകാരൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും, പോലീസുകാരെ വിളിക്കുമായിരിക്കും. അങ്ങനെ ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അക്രമം ഉണ്ടാവാൻ നോക്കേണ്ട നീയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. അത് ഞാൻ ഏറ്റു സാറേ, അക്രമത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകാതെ കാര്യങ്ങൾ കൊണ്ടു എത്തിക്കണം. ശരി ശരി, അങ്ങനെയാണെങ്കിൽ വിട്ടോളം പറയണ. അങ്ങനെ വിക്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കിനോട് പറഞ്ഞു, പുളിക്ക് അറിയാലോ നാളത്തെ കാര്യം. അവിടെ ഒരക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രം ഇടപെടും. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ സാറേ. വിക്രം കണ്ടുകൊണ്ട് നിൽക്കത്തില്ല, വിക്രം അതിനകത്തേക്ക് ഇടപെടും. മാലയിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്രീനിവാസൻ ചിരിക്കുവിടെ. അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, ശരി എന്നാൽ നീ പോയിക്കോ, നാളത്തെ കാര്യം പറഞ്ഞ പോലെ ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പുളിക്കും പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ശ്രീനിവാസൻ ചിരിക്കുകയാണ്. സുധ ചോദിച്ചു, എന്താ ചിരിച്ചേ? എടീ, SP ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. ആ ശ്രീധരൻ കൊടുത്ത പരാതിയിൽ മേലെ അന്വേഷണം ഉടനെ ഉണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് എനിക്ക് പിടിവീഴും. അങ്ങനെ പിടി വീണിട്ടുണ്ടെങ്കിൽ ബലിയാടാക്കാനായിട്ട് ഒരാൾ വേണ്ടേ? അതാണ് വിക്രം. എങ്ങനെയുണ്ട് എൻ്റെ മനസ്സിലിരിപ്പ്? അതും പറഞ്ഞ് ശ്രീനിവാസൻ ചിരിച്ചപ്പം സുധ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ശ്രീനിവാസനെ നോക്കുകയാണ്. സുധയ്ക്ക് മനസ്സിലായില്ല ശ്രീനിവാസന്റെ മനസ്സിലിരിപ്പ് എന്താ. എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടോ മനസ്സിലായി. കാരണം വിക്രത്തെ ബലിയാടാക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. വിക്രത്തെ വെച്ചാണ് ശ്രീനിവാസൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിക്രത്തിന് മാത്രം മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. കാരണം ശ്രീനിവാസൻ അറിയാം വേദ വിക്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാ മാല ഇടിച്ചേക്കെന്നുള്ള സത്യങ്ങളൊക്കെ. ഇതേസമയം പുളിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ട്, സാറേ നാളെ യൂണിയൻകാർ അവിടേക്ക് സമരം നടത്താനായിട്ട് വരും. എന്നെ കൈവിടല്ല, ഞാനും കൂടെ കാണും കൂടെ. അങ്ങനെ എങ്ങാനും സംഭവിക്കുന്ന സമയത്ത് പോലീസുകാരെ ഇളക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇതേ എനിക്കിട്ട് വല്ല തല്ല് കിട്ടാതെ സാറ് നോക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തോടും താൻ പേടിക്കണ്ടോ എന്ന് പറയണം. സാറിന് ഇതൊക്കെ പറയാം. ഞാൻ സാറിനെ വിളിക്കുന്ന കാര്യം എങ്ങാനും ഇനി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം തീർന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കനോർത്തു, എങ്ങാനും റെക്കോർഡ് ചെയ്ത് വെക്കും അയാൾ. റെക്കോർഡ് ചെയ്ത് വെച്ചാൽ തനിക്കിട്ടുള്ള പണിയായി. പിന്നെ താൻ എയറിലായിരിക്കും. ശ്രീനിവാസ് സാർ അങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ തനിക്ക് നെഞ്ചത്ത് റീത്ത് വെക്കുള്ളൂ. ദൈവമേ, എൻ്റെ ഭഗവാനെ കാത്തോണേ, അങ്ങനെയൊന്നും സംഭവിക്കില്ലേ എന്ന് ശ്രീകാന്ത് എന്ന് പുളിക്കൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പിന്നീട് കമ്പനിയുടെ മുന്നിൽ, ശ്രീകാന്തിൻ്റെ കമ്പനിയുടെ മുന്നിൽ യൂണിയൻ്റെ ആൾക്കാരെല്ലാവരും കൂടി സമര പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ യൂണിയനിൽ ഒരുത്തൻ ആദ്യം തന്നെ ശ്രീകാന്തിനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പ്രോഗ്രസീവ് പാർട്ടിയുടെ യൂണിയൻ നേതാവാണല്ലോ ഇപ്പോൾ വിക്രം. അങ്ങനെ വിക്രത്തിനെ വിളിപ്പിച്ച് ആദ്യം തൊഴിലാളികളെയൊക്കെ വിക്രം അഭിസംബോധന ചെയ്യുകയാണ്. അതിനുശേഷം വിക്രം പറഞ്ഞു, നമ്മൾക്ക് നല്ല ശമ്പളം വേണം. കാരണം ഒരു കാരണവശാലും നമ്മൾ ആരുടെ അടിമയല്ല. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇതൊരിക്കലും അക്രമാസക്തമാകരുത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ വേണം സമരം നടത്താനായിട്ട്. പിന്നെ ഓരോ ദിവസവും 6 പേരടങ്ങുന്ന ഒരു ചെറിയ ബാച്ച് നിരാഹാരം അനുഷ്ഠിക്കണം. അപ്പം എല്ലാ ദിവസവും അതുമായിട്ട് മുന്നോട്ട് പോകണം. മരണം വരെ നമ്മൾ സമരം ചെയ്ത് നമ്മുടെ നേട്ടങ്ങളൊക്കെ കൈവരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഒരു ചെറിയ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചു. അപ്പോഴേക്കും പുളിക്കൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുളിക്കും വന്നിട്ട് പറഞ്ഞു, അതെ ശ്രീകാന്ത് സാറ് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ശ്രീകാന്ത് സാറോ? അല്ല, ഇവിടുത്തെ ആൾക്കാർ യൂണിയൻകാരൊക്കെ അങ്ങനെയാണല്ലോ പറയണേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞോളൂ. അതെ, താൻ അങ്ങനെ ഇപ്പം ശ്രീകാന്തിൻ്റെ സാറെന്നൊന്നും കയറി വിളിക്കണ്ട. ശരി, അത് പിന്നെ വിക്രത്തിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നെ എന്തിനാ കാണുന്നേ? അല്ല, യൂണിയൻ്റെ ആൾക്കാരുടെ നേതാവല്ലേ, അപ്പം നേതാവിനെ ഒന്ന് കാണണമെന്ന് പറയുന്നത് എന്തിനായിരിക്കും? ശരി, ഞാൻ പോയി കാണാമെന്ന് പറയണം. അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാറെ ചാരി ഇങ്ങനെ നിൽക്കുക വിക്രത്തിൻ്റെ വരവനായിട്ട് കാത്ത്. അങ്ങനെ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നമസ്കാരം നേതാവേ, ഇതെന്ത് പറ്റി? ഇത്ര ആൾക്കാരുള്ളോ? ഞാൻ കുറച്ച് ആൾക്കാരെ കൂടെ പ്രതീക്ഷിച്ചു സമരത്തിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ, ഉള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ആദ്യ ദിവസം തന്നെ
കമ്പനി പൂട്ടിക്കണ്ടെന്നിട്ട് കരുതിയിട്ടാ. ഓ അങ്ങനെയാണല്ലേ. അല്ല നീ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തോ, ആൾക്കാരെ എത്ര വേളം കൂട്ടിക്കോ, പക്ഷേ എങ്കില് ഇത് നീ ജയിക്കാനായിട്ട് പോകുന്നില്ല ഈ ശ്രീകാന്തിനോടെ കളി. അപ്പോഴേക്കും വിക്രം പറഞ്ഞു നമുക്ക് കാണാം, കാത്തിരിക്കാന്ന് പറയണം. എത്ര ആൾക്കാരെ കൂട്ടിയെന്ന് പറഞ്ഞാലും നിന്റെ ഒന്നും ആവശ്യം അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല കമ്പനി. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി. അപ്പോഴേക്കും വിക്രം പറഞ്ഞു ശരി നമുക്ക് കാണാം, അന്ന് അങ്ങനെ ആയിക്കോട്ടെ കാണാന്ന് പറയണ. ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദീപ്തിയും ശങ്കരനാരായണനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പത്മ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രീകാന്ത് കയറി വന്നു. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞാൽ പത്മ പറഞ്ഞു നീ ഇരിക്കുക, നിനക്ക് ആഹാരം വിളമ്പാന്ന് പറയണം. എനിക്ക് വേണ്ട അച്ഛൻ കഴിച്ചിട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താടാ നിനക്ക് സംസാരിക്കാനുള്ള ഇപ്പൊ പറ, നമുക്ക് കഴിച്ചോണ്ട് സംസാരിക്കാം. അതൊന്നും പറ്റില്ല, കഴിച്ചോണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. എടാ നീ ഇരിക്കുക, നിനക്ക് ഞാൻ വിളമ്പാന്ന് പത്മ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, ഞാനങ്ങോട്ട് എഴുന്നേക്കാം. വേണ്ട അച്ഛനിരുന്ന് കഴിച്ചു, ഞാൻ ഇരിക്കാന്ന് പറയണ. അങ്ങനെ ശ്രീകാന്ത് ഇരുന്നു. ശ്രീകാന്ത് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ആ വിക്രത്തിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാര് യൂണിയൻകാരൊക്കെ അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട്. സമരോ? അതെ, വിക്രമാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി പൂട്ടിക്കാനുള്ള ലക്ഷണമാണ്, അവർക്ക് കൂടുതൽ സാലറി വേണമെന്ന്. അല്ല അതിന് വിക്രമേട്ടൻ നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല, പക്ഷെ അവനല്ലേ ഇപ്പൊ യൂണിയൻ നേതാവ്. നമ്മുടെ കമ്പനി പൂട്ടിക്കാനുള്ള തന്ത്രമാ നമ്മൾ എങ്ങനെയും അടിച്ചമർത്തണം, അതിന് വേണ്ടിയിട്ടാ. ഇനി എല്ലാവരും കഴിച്ചോ, അതിനുശേഷം പൂർണ്ണമായിട്ട് എന്ത് വേണമെന്ന് ആലോചിച്ചാൽ മതി. അതും പറഞ്ഞിട്ട് ശ്രീകാന്ത് കൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ഒരു നിമിഷം ശങ്കരനാരായണൻ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇതിന്റെ പിന്നിൽ ആ ശ്രീനിവാസൻ കാണും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് ശങ്കരന് മനസ്സിലായി. ഇതേ സമയം മാഷ് തൊടിയിൽ പോയിട്ട് അങ്ങോട്ട് വരുവാണ്. കുറെ പടവലങ്ങിയും പയറൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴേക്കും കമല പറഞ്ഞു ഇതെവിടുന്ന മാഷെ, നമ്മുടെ തൊടിയിൽ ഇതൊന്നും ഇല്ലല്ലോ. അതെ, കുറച്ച് നാളായിട്ട് പച്ചക്കറി ഇതുപോലത്തെ സാധനങ്ങളൊന്നും നമ്മൾ നട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത് ഞാൻ വരുന്ന വഴിക്ക് കോയക്കിലായി ഇസ്മായിൽ ചന്തയിലേക്ക് പോവായിരുന്നു, അപ്പം അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അല്ല ഇതെന്താ, ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ പച്ചക്കറി അല്ലേ പാടുള്ളൂ, മാംസങ്ങളൊന്നും പാടില്ലോ. അപ്പോഴേക്കും നന്ദിനി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഉണക്കമീൻ്റെ കഷ്ണമെങ്കിലും കൂട്ടി ആഴ്ചയിലൊന്ന് കഴിച്ചുകൊണ്ടിരുന്ന അതും ഇപ്പം ഇല്ലാതാക്കി. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷ് പറഞ്ഞു അതെ ഇനിയിപ്പം നല്ല രീതി വേണം നോയമ്പ് നോക്കാനായിട്ട്. അറിയാലോ, നല്ല രീതി നോയമ്പ് നോക്കി അവനെ പറഞ്ഞു വിട്ടില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ കുടുംബത്തിലായിരിക്കും. അങ്ങനെ നോയമ്പൊക്കെ എടുക്കാതെ പോയവർക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ശുദ്ധിയൊക്കെ വേണം കുടുംബത്തിൽ. മാഷ് എല്ലാ കാര്യവും ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞു ആ കാര്യത്തിൽ പേടിക്കണ മാഷെ, അവനാ ചായപ്പിലല്ലേ കിടക്കുന്നേ, പിന്നെ അശുദ്ധിയൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ അശുദ്ധിയുള്ള സമയത്ത് ആരും അങ്ങോട്ടേക്ക് പോകത്തുമില്ല, മാഷ ആ കാര്യത്തിൽ വിഷമിക്കണ്ട. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ, അവനെ അശുദ്ധി വരുത്താതെ ഒരാൾ വരുത്താൻ നോക്കിയാൽ മതി. അവനെ കൊണ്ട് മാലയിടിയിച്ച ആള് തന്നെ വേദ. കമല പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി നീയ എന്ന് പറഞ്ഞു. മാഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വേദ അങ്ങോട്ട് കയറി വന്നു. വേദ വന്നിട്ട് പറഞ്ഞു അമ്മേ ഇത് ഞാൻ വിക്രത്തിനുള്ള ആഹാരം തനിച്ചുണ്ടാക്കട്ടെ. നന്ദിനി പറഞ്ഞു അതെന്താ നിനക്ക് മാത്രം? ഇനി ഈ പേര് പറഞ്ഞുകൊണ്ട് അടുക്കള രണ്ടാക്കാനായിട്ടായിരിക്കുമല്ലേ. കമല പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി, മോൾ ഉണ്ടായിക്കോളാൻ പറയാണ്. ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു ഇനിയിപ്പം ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രശ്നമായിരിക്കും അല്ലേ. നന്ദിനി അടുത്ത് ഒരു കാര്യം ചെയ്യാൻ, ആ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു തന്നാൽ മതി. പച്ചക്കറികൾ അരിഞ്ഞു തരാനോ? പിന്നെ ഞാൻ അരിഞ്ഞു തരുന്നില്ല, അത് അരിഞ്ഞു തന്നിട്ട് വേണം. ഇനിയിപ്പം നീ പറയും ഇനിയിപ്പം അവൻ പോകുന്ന സമയത്ത് അങ്ങനെ വല്ല പുലി പിടിച്ച് അങ്ങനെയൊക്കെ പറയും, നിന്റെ സ്വഭാവമല്ലേ. ഞാൻ അരിഞ്ഞു തന്നിട്ട് അവനെ വല്ല പുലി പിടിച്ചാൽ പിന്നെ അത് മതി. ശ്രീ ചോദിച്ചു എന്തൊക്കെയാ നന്ദിനി നീ പറയണേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞു അതെ പുലി പിടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യും. വിക്രം പോകുന്ന സമയത്ത് വിക്രത്തിൻ്റെ കയ്യിൽ 1-2 ഫോട്ടോ കൊടുത്തു വിടുന്നുണ്ട് നന്ദിനി അടുത്തിടെ. പുലി വരുന്ന സമയത്ത് അത് പുലിയെ കാണിക്കാനായിട്ട് പുലിയൊക്കെ ഓടിപ്പോയിക്കോളും. എന്തൊരു ചമാച്ച പറഞ്ഞിരിക്കുന്നേ. അതെ നീ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ 1-2 ഈ ചമാച്ച എന്ത് ചെയ്യണമെന്നറിയാവോ, റെക്കോർഡ് ചെയ്ത് വിക്രത്തിന് കൊടുത്തുവിട്. പുലി വന്ന് കഴിയുമ്പോഴത്തേനും പുലിയെ കാണിച്ചോളും, പുലി ഓടിപ്പോയിക്കോളും എന്ന് പറഞ്ഞു. അത് കേട്ടതും കമൽ പറഞ്ഞു ഇന്ന് മിണ്ടാതെ പോകുന്നുണ്ടോ നന്ദിനി എന്ന് ചോദിക്കണം. നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അതെ ഞാൻ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കാം. എടുക്കാനും പറഞ്ഞുകൊണ്ട് വിക്രം ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.